സിയോനെ പറ്റി വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സിയോൻ എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ്, സങ്കീർത്തനങ്ങളാണ് പൊതുവെ ഇതെല്ലാം. നമുക്ക് തന്നെ അറിയാം, ഈ സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് യെരുശലേമിലേക്ക് യഹൂദന്മാരെല്ലാം ഉത്സവത്തിന് പോകും. കുറഞ്ഞത് ആണ്ടിൽ 3 വട്ടമെങ്കിലും ഉത്സവത്തിന്, പെരുന്നാളിന് യെരുശലേമിൽ പോകുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഈ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തി പാടുന്ന പാട്ടാണ് എന്ത്? ഈ സങ്കീർത്തനം. കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞ, നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നില്ലേ, ഒത്തിരി ദൂരം സഞ്ചരിച്ച് കടന്നു വന്നവർ ഇവിടെ ഉണ്ട്, അടുത്തുനിന്ന് വന്നവരുണ്ട്. ഒത്തിരി ദൂരേന്ന് വന്നവർ വന്ന വഴിയാത്രയിൽ വാട്ട് വാസ് ദ ടോക്ക് ഓർ വാട്ട് വാസ് ദ സോങ്? ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് കേൾക്കാറുണ്ട്. ആരാധനയ്ക്ക് പോകുന്ന യഹൂദന്മാർ പൊതുവെ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടുമാണ് വരുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്ന അറിയോ? കാരണമുണ്ട്. യെരുശലേം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തിരുവല്ലയിൽ നിന്ന് കടപ്പുറം വരുന്ന പോലല്ല, വളരെ ദുർഘടം പിടിച്ച, വളരെ കഷ്ടപ്പാടുള്ള ഒരു യാത്രയായത്. അതിലേക്ക് നമുക്ക് വരണം. അപ്പൊ ഇങ്ങനെയുള്ള ഗാനം എന്തോ ചെയ്യുന്നറിയോ? ഇവർക്കൊരു എൻകറേജ്മെന്റാ. നമുക്ക് പോവാം, നമുക്ക് യെരുശലേമിന് പോകാം. യെരുശലേമിനെ പറ്റി വർണ്ണിക്കുമ്പോൾ, ആ മഹത്വം കേൾക്കുമ്പോൾ ഈ ജനത്തിന്റെ ഉള്ളിൽ ഒരു എൻകറേജ്മെന്റ്, നമുക്ക് പോയേക്കാം, ഈ യാത്ര ബുദ്ധിമുട്ടാണെങ്കിലും പോകാൻ വേണ്ടി ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉദ്ദേശം ഈ സങ്കീർത്തനത്തിനുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല സങ്കീർത്തനമുണ്ട്. ഈ സങ്കീർത്തനത്തെ പറ്റി ഇത് രചിച്ചതാരാണ്, ഇത് കമ്പോസ് ചെയ്ത ആരാണെന്ന് ഇതിന്റെ പ്രാരംഭത്തെ ലൈൻ, ഒന്നാമത്തെ അതിന്റെ തലക്കെട്ടിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്, കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് നോക്കണം. 12 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. 12 വാക്യങ്ങൾ നമുക്കൊരു 3ആയിട്ട് വിഭജിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യാത്ര പുറപ്പെടുന്ന, യെരുശലേമിലേക്ക് പോകുന്ന തീർത്ഥാടകന്റെ, ഈ യാത്ര പുറപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിലെ ആഗ്രഹം, ദ ഡിസയർ ഓഫ് ദ പിൽഗ്രിം, ആദ്യത്തെ 4 വാക്യം. അതിനുശേഷം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ ജേർണി ആൻഡ് പ്രെയർ ഓഫ് ദ പിൽഗ്രിം എന്ന് പറഞ്ഞാൽ യാത്ര എങ്ങനെയുള്ളതാണ്, ഈ യാത്ര എങ്ങനെയുള്ളതാണ്, അതോടൊപ്പം തൻ്റെ ഒരു പ്രാർത്ഥനയും അവിടെ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 10 മുതൽ 12 വരെയുള്ള ഭാഗത്തിൽ യെരുശലേമിൽ ചെന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതിൻ്റെ സന്തോഷത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്, ജോയ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജെറുസലേം. നമുക്ക് പ്രാരംഭമായിട്ട് അതിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നോക്കണമേ, ലുക്ക് അറ്റ് വേഴ്സ് 1. 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം. എല്ലാരും എടുത്തായിരുന്നു? എല്ലാരും ഒന്ന് നോക്കിയാലേ ഇത് എന്തുവാണെന്ന് മനസ്സിലാകത്തുള്ളൂ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഇതെന്തിനെ പറ്റിയാ പറയുന്നത്? ഞാൻ പറഞ്ഞ ആശയം കൈവിടരുത്. അവരെങ്ങോട്ടാ പോകുന്നത്? യെരുശലേം ദേവാലയത്തിലേക്ക് പോകും. അപ്പൊ ഈ ദേവാലയത്തെയാണ് ഇവര് മനസ്സിലിരിക്കുന്നത്. ദേവാലയത്തെ ഓർത്തുകൊണ്ട് പറയാ, യഹോവേ അങ്ങയുടെ നിവാസം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്നത് എവിടാണ്? ഈ ടെമ്പിളില്, ഈ ആലയത്തിൽ, ഇവർ ആരാധിക്കാൻ പോകുന്ന ടെമ്പിളിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ അത് ഓർത്തിട്ടാണ് ഈ 1-ാമത്തെ ഭാഗത്ത് പറയുന്നത്, ദൈവമേ തിരുനിവാസം എത്ര മനോഹരം. ഇനിയും തിരുനിവാസം എന്ന് ദേവാലയത്തെ വിളിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, എല്ലാ മതങ്ങളും എല്ലാ ദൈവ സങ്കല്പങ്ങൾക്കും ഒരു ദൈവവുമുണ്ട്, ദൈവം പാർക്കുന്ന ഒരു സ്ഥലവുമുണ്ട്. ഗോഡ് ഈസ് ഇൻ ദിസ് പ്ലേസ്, ദൈവം ആ ആലയത്തിലുണ്ട്, ദൈവം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്ന എല്ലാ ദൈവങ്ങൾക്കും ഓരോ സ്ഥലങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഈ ബൈബിൾ പറയുന്ന ജീവനുള്ള ദൈവം ഒരു സ്ഥലത്തുണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, നമ്മളൊരു വ്യക്തിയെ പറ്റി പറയാം, ഇന്നയാള് ഇന്ന സ്ഥലത്താ പാർക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ആരെ പറ്റി? മനുഷ്യരെ പറ്റി പറയാം. കാരണം ഇന്ന ആര് തിരുവല്ലയിലാണ് താമസിക്കുന്നത്, അല്ലെ ഇന്ന ആള് ഓഴഞ്ചേരിയിലാണ്.
ഇറ്റ്സ് എ മാൻ, പുള്ളി ഒരു മനുഷ്യനായതുകൊണ്ട് ഇന്നടത്ത് പാർക്കാം. പക്ഷെ ദൈവത്തെ പറ്റി നമുക്ക് പറയാൻ പറ്റുമോ ദൈവം അവിടാണ്? ഞാൻ 1-2 വാക്യങ്ങൾ ഇതിനോട് ചേർത്തൊന്ന് വായിക്കാൻ താല്പര്യപ്പെടും. നോക്കണമേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിക്കേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ സ്വർഗം എന്റെ സിംഹാസനവും ആ ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. ആ നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? ദൈവം പ്രവാചകനിലൂടെ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുക. ആശയം മനസ്സിലാവുന്നുണ്ടോ? സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം, ഭൂമി പാദപീഠം. ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു രാജാവിനെ നിങ്ങളൊന്ന് സങ്കല്പിക്കും. പുള്ളിക്കാരന്റെ സിംഹാസനം ക്യാപിറ്റൽ തലസ്ഥാനത്താണെങ്കിൽ സിംഹാസനവും പാദപീഠവും എല്ലാം എവിടെ ആയിരിക്കും? ഒരിടത്ത് തന്നെ, മനുഷ്യനെ കാണുന്ന പോലെ തന്നെ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ മഹത്വത്തെ, വലിപ്പത്തെ വർണ്ണിക്കാൻ വേണ്ടി പറയാ, സ്വർഗത്തിൽ സിംഹാസനം ഇട്ടിരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠം, ലുക്ക് അറ്റ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. എന്നിട്ട് ഒരു ചോദ്യം വെക്കുക, അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് വസിക്കാൻ എങ്ങനെയുള്ള സ്ഥലം നിങ്ങൾ പണിയും? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? God is so great, therefore what kind of temple will you build for him? ആ ഭയങ്കരനായ ദൈവത്തിന് വസിക്കാൻ നിങ്ങൾ എങ്ങനെയുള്ള ആലയം പണിയുമെന്ന്, അതാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം, ആലയം പണിത് ആരാ? ദാവീദിന്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി പെർമനന്റ് ആയിട്ട്. അതുവരെയും സമാഗമന കൂടാരം എന്ന് പറഞ്ഞ് ടെന്റ് ഓഫ് മീറ്റിംഗ്, ടാബർനാക്കിളിലായിരുന്നു. പക്ഷെങ്കിൽ ദാവീദിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പെർമനന്റ് ആയിട്ട് ഒരു ആലയം. ദൈവം ദാവീദിനെ കൊണ്ട് പണിയാൻ അനുവദിച്ചില്ല. തൻ്റെ മകനാണ് പണിയാൻ നേതൃത്വം എടുക്കുന്നത്. എത്ര വർഷം കൊണ്ടാ പണിതെന്നറിയോ? അയ്യോ, സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, എത്ര വർഷം കൊണ്ടാ ഈ ആലയം പണി തീർത്ത്? നീണ്ട വർഷങ്ങൾ, 7 വർഷത്തെ പണി. പണിയെ പറ്റിയുള്ള വിവരണം ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണാം. വർഷങ്ങൾ താൻ പണിതു, പല സ്ഥലങ്ങളിൽ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുവന്നു, വലിയ ഗംഭീരമായ ഒരാലയം, വലിയൊരാലയം, ദൈവത്തിന് വസിക്കാൻ ആലയം പണിതു. ഈ ആലയമൊക്കെ പണിതിട്ട് ഇതിന്റെ ഒരു പ്രതിഷ്ഠ, ഡെഡിക്കേഷൻ നടന്നു, സമർപ്പണം. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുക. ഈ ആലയം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, ഈ പണിത ശലോമോൻ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കാം. 2 Chronicles chapter 6 verses 18. 2 ദിനവൃത്താന്തം 6-ാമത്തെ അധ്യായം അതിന്റെ 18-ാം വാക്യം. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ? ശലോമോൻ ഇതൊക്കെ പണിത് കഴിഞ്ഞതിന് ശേഷം ഒരു സംശയം. ശരിയാ, ഞാൻ ആലയം പണിതു, പക്ഷെ ദൈവം യഥാർത്ഥമായി മനുഷ്യരോടുകൂടെ വസിക്കുമോ? തീർന്നില്ല, സംശയം തുടരുകയാണ്. വായിച്ചേ. സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? കാരണം കണ്ടോ, മുമ്പേ നമ്മൾ യെശയ്യാവിൽ പറഞ്ഞ അതേ കാരണമാണ് ഇവിടെയും പറയുന്നത്. സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും ദൈവം അടങ്ങുന്നില്ല, പിന്നെയാണോ ഞാൻ ഈ പണിത് വച്ചിരിക്കുന്ന ഈ ആലയത്തിൽ? സത്യം പറഞ്ഞ ഇതിന്റെ മുമ്പിലത്തെ അധ്യായങ്ങളൊന്ന് നോക്കണം. ഞാനിപ്പോ പറഞ്ഞ പോലെ നീണ്ട വർഷങ്ങൾ വലിയ എഫേർട്ട് ഇട്ട് പണിത ആലയത്തിന്റെ മുമ്പിൽ പണിത വ്യക്തി നിന്നുകൊണ്ട് പറയാ, ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ഗോഡ് വിൽ ഡ്വെൽ അമംഗ് men? ദൈവം മനുഷ്യരോട് വസിക്കുമെന്നോ? ഞാൻ ഈ പണിത ആലയത്തിൽ സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം ഈ ആലയത്തിലാകുമെന്നാണോ? അതിനുശേഷം താൻ ചെയ്തൊരു കാര്യമുണ്ട്. തനിക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എന്നെ കൊണ്ട് ദൈവത്തെ ഒരു ആലയത്തിൽ ഒതുക്കാൻ, അടക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായ ശലോമോൻ ഒരു പ്രാർത്ഥന നടത്തി. അതാണ് അതിന്റെ അടുത്ത ഭാഗം, നോക്കിക്കേ. എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടുത്ത വാക്യം. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. എന്തോ ശലോമോൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നിങ്ങള് ഈ വാക്യങ്ങൾ
വ്യക്തമായി കേൾക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതോടെ ചിന്തിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞു വരുന്ന അവസാനം എന്താണെന്ന് നമുക്ക് ക്ലൂ കിട്ടാതെ പോകും. സോ ലിസൺ വെരി കെയർഫുള്ളി. ആലയം മനോഹരമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ആലയത്തിന്റെ ആരംഭത്തിലേക്ക് കടന്നു വന്നത്. ആലയത്തിന്റെ ആരംഭത്തിൽ പണിത വ്യക്തി, രാജാവ് ശലോമോൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് രാജാവാണ്, ഏറ്റവും വലിയൊരു രാജാവാണ്, വലിയ ജ്ഞാനമുള്ള വ്യക്തിയാണ്. പണിത വ്യക്തി മുമ്പിൽ നിന്നിട്ട് പറയാ, ദൈവമേ, അങ്ങ് സ്വർഗത്തിലും അടങ്ങുന്നില്ല, പിന്നാണോ ഞാൻ പണിത ഈ ആലയത്തിൽ അടങ്ങുന്നത്? എന്നിട്ട് ഒരു അപേക്ഷ ദൈവത്തിന്റെ മുമ്പിൽ വെക്കുമോ. എന്തോ ഈ അപേക്ഷ എന്നറിയോ? കർത്താവ്, ഞങ്ങളോട് കരുണ തോന്നിയിട്ട് ഇവിടെ ഈ സ്ഥലത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണമേ, ഈ സ്ഥലത്തിൽ അങ്ങ് വസിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ ദൈവത്തിന്റെ മുമ്പിൽ വെക്കുക. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായോ? ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് അടുത്ത അധ്യായം. നോക്കി, 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി, 1-2 വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ശലോമോന്റെ ആ പ്രാർത്ഥന അങ്ങോട്ട് തീർന്നപ്പോൾ തന്നെ നോക്കി ഉത്തരം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? ശലോമോൻ കഴിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന് എന്തോ തോന്നി, കരുണ തോന്നി. ദൈവം അന്ന് അവിടെ ആലയത്തിൽ ഇറങ്ങി വന്നു. അങ്ങനെ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങിയത് കൊണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം എന്തോ ആയി, ഇമ്പോർട്ടന്റ് ആയി. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എവിടെ വസിക്കുന്നത്, ദൈവത്തിന്റെ നിവാസം എവിടാ? അവര് പറയും യെരൂശലേമില്ല. കാരണം അവര് നേരിട്ട് കണ്ടതാ, ഗോഡ് ഈസ് കമ്മിങ് ഡൗൺ. ശലോമോൻ പ്രാർത്ഥിച്ചു, നേരിട്ട് ജനം കണ്ടു, അവര് സാഷ്ടാംഗം വീണ് ദൈവത്തെ മഹത്വപ്പെടുത്തി, അവര് ദൈവത്തിന്റെ തേജസ് കണ്ടു. പക്ഷെങ്കിൽ മുന്നോട്ട് കടന്നു വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ, യേശു കർത്താവ് തന്നെ പല ആവർത്തി ഈ ദേവാലയത്തെ പറ്റി പറഞ്ഞെന്തുവാ? ഒരിക്കൽ യേശു പറഞ്ഞു, ഈ മന്ദിരത്തെ നശിപ്പിക്കുകയും ഞാൻ ഇതിനെ മന്ദിരത്തെ നശിപ്പിക്കാനാണോ? അല്ല, യഹൂദൻ ഇത് കേൾക്കുമ്പോൾ അവർക്ക് മറ്റൊരു അവസരം നമുക്കറിയാം. നമ്മൾ പലവട്ടം അതിനോട് സംസാരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. യേശു ദേവാലയം വിട്ടുപോയപ്പോൾ ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു, ആ ആലയം ഒന്ന് നോക്കിക്കേ, അതിന്റെ പണി ഒന്ന് നോക്കിക്കേ, അതെന്തൊരു മനോഹരമാന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞത്? കല്ലിന്റെ മേൽ ശേഷിക്കാതെ ഇല്ലാതാവും. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ശിഷ്യന്മാര് അത്ഭുതപ്പെടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം വസിക്കുന്നത് ഈ ആലയത്തില്, പിന്നെ എങ്ങനെ ദൈവം ആ ആലയം നശിക്കുന്നത്? അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വെളിപ്പാടാണ് പുതിയ നിയമത്തിൽ യേശു തന്റെ വരവിലൂടെ പറഞ്ഞത്. എന്തോ യേശു പറഞ്ഞറിയാം? യേശു മറ്റൊരിടത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ആലയത്തെക്കാളും വലിയവനായ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാകാൻ വേണ്ടി ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാം വാക്യം നോക്കിക്കാം. John 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇതാരെ പറ്റിയാ പറയുന്നേ? യേശുവിനെ പറ്റി പറയാം. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ട് ഈ യോഹന്നാൻ, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ പറയാ, ഞങ്ങൾ യേശുവിൽ എന്തോ കണ്ടു? പിതാവിന്റെ തേജസ് കണ്ടു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദേവാലയത്തിൽ ജനം കണ്ട ദൈവത്തിന്റെ തേജസ് ഇപ്പൊ ദേഹരൂപമായി ശിഷ്യന്മാരോടൊപ്പം ഇറങ്ങി വന്നു. ഇറിവിൽ ദൈവത്തിന്റെ ആ തേജസ് യേശു തന്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുക. പക്ഷേ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ യേശു എത്ര വർഷം ജീവിച്ചു? 33 വർഷമായപ്പോൾ യേശു പോയി. അല്ല, യേശു ആയിരുന്നു ദൈവത്തിന്റെ തേജസ് വഹിച്ചത്. 33 വർഷം കഴിഞ്ഞപ്പോ യേശു പോയി. അപ്പൊ അതിനുശേഷം എവിടെയാണ് ദൈവ തേജസ് വസിക്കുന്നത്? Where does God dwell now? ഇന്ന് ദൈവം എവിടെയാണ് വസിക്കുന്നത്?
എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അടുത്ത വാക്യം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. 21-22 വാക്യങ്ങളിലെ വാക്കുകൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ, കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായി വളരുന്നു. 22-ാം വാക്യത്തിൽ പറയാം ദൈവത്തിന്റെ നിവാസം. ഇതാരെ പറ്റിയാ പറയുന്നേ? സഭയെ പറ്റി പറയാ. എഫെസ്യ സഭയോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ സഭയോട് പറയാണ്, പഴയ നിയമത്തിൽ ആലയത്തിൽ ദൈവം വസിച്ചു, യേശു ദൈവ സാന്നിധ്യമായി ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെട്ടു വന്നു. പക്ഷെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്ന ഒരു കെട്ടിടം, ഒരു മന്ദിരമുണ്ട്. അത് ദൈവത്തിന്റെ സഭയാ. മനസ്സിലായവരുണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ അറിയാതെ സ്തുതിച്ചേനെ. എന്താ കാരണം അറിയാമോ? യേശു തൻ്റെ സ്വന്തം ശരീരം കാൽവരിയിൽ തകർത്തിട്ട് മറ്റൊരു ശരീരത്തെ, മറ്റൊരു കെട്ടിടത്തെ പണിതു. അത് സഭയായിരുന്നു. ആ സഭ എന്തിനാ പണിതറിയാമോ? ദൈവത്തിന് വസിക്കാനുള്ള ഒരു വിശുദ്ധ മന്ദിരമായി, ഒരു ദൈവത്തിൻ്റെ നിവാസമായി സഭയെ പണിതു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്, ആർ വി ഏബിൾ ടു സീ ദ ബ്യൂട്ടി ഓഫ് ദ ചർച്ച്? സഭയുടെ മനോഹരത്വം, ബ്യൂട്ടി കാണാൻ പറ്റുന്നുണ്ടോ? എന്തുവാ സഭയുടെ ബ്യൂട്ടി? സഭയുടെ ബ്യൂട്ടി ഇവിടെ അടിക്കുന്ന പെയിന്റിന്റെ കളറല്ല, പുറത്ത് പേര് വൃത്തിക്ക് എഴുതിയേക്കുന്നതല്ല. സഭയുടെ ബ്യൂട്ടി, പുതിയ നിയമസഭയുടെ അലങ്കാരമാകുന്നത് ഇറങ്ങി വരുന്ന, ഇവിടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, കടപ്പുറയിൽ അല്ലെങ്കിൽ തിരുവല്ലയിൽ ദൈവം ഒരു കൂട്ടത്തെ ചേർത്തു പണിതു. അതിന്റെ ഭാഗമായി നമ്മൾ തീർന്നു. എന്തിനാ? ദൈവത്തിന് വസിക്കാൻ. ഓർക്കണം, മുമ്പേ പറഞ്ഞ കാര്യം മറക്കരുത്. സ്വർഗത്തിൽ അടങ്ങാത്ത, സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം കരുണ തോന്നി ഇന്നു പ്രഭാതത്തിലും നമ്മളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നതാണ് പുതിയ നിയമസഭയുടെ മഹത്വം. അത് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നവർ അവനെ സ്തുതിക്കണം. നമ്മുടെ നടുവിൽ കരുണ തോന്നി സാക്ഷാൽ ദൈവം ഇറങ്ങി വരും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. പഴയ നിയമത്തിൽ ഒന്നുകൂടെ ചിന്തിക്കണം. പഴയ നിയമത്തിൽ യഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന് സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ ഉണ്ടല്ലോ, ഈ പിൽഗ്രിം യാത്ര, ഈ തീർത്ഥാടന യാത്ര കഴിഞ്ഞ് ഈ സങ്കീർത്തനക്കാരൻ എവിടെ നിൽക്കും എന്നറിയോ? പ്രാകാരത്തിൽ നിൽക്കും. പ്രാകാരത്തിൽ നിന്ന് ആരാധന കൂടി പോവും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴോ? അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ പ്രാകാരത്തിലല്ല, പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ കൃപാസന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലാൻ കൃപ പ്രാപിച്ചവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ മറക്കരുത്. The beauty of this place. ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകത? ദൈവം നമ്മൾ കൂടുമ്പോൾ ഇറങ്ങി വരും. ദൈവം ഇവിടെ വസിക്കുമെന്നുള്ളതാ. ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ ചർച്ച്. അങ്ങനെ ആകുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയാതെ പോയാൽ ഒരു ബാലൻസ് വരില്ല. അതിൻ്റെ മറ്റൊരു വശം ഓർക്കണം. പുതിയ നിയമത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സഭ ഇത് മറന്നുപോയി. ഏത് സഭയെ പറ്റിയാ ഞാൻ പറഞ്ഞറിയോ? കൊരിന്ത്യ സഭയോട് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞെന്താ? 3:16 നമുക്കറിയാവുന്ന ഭാഗമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. നിങ്ങളെന്ന് പറയുമ്പോൾ ചർച്ച് ആസ് എ കമ്മ്യൂണിറ്റി. പോൾ ഈസ് റിമൈൻഡിങ് ദം. പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ എന്താ മറന്നുപോയോ? എന്തുവാ കാരണം? പൗലോസ് ആ പറഞ്ഞതിന്റെ പശ്ചാത്തലം ഓർമ്മയുണ്ടോ? ചർച്ചിനകത്ത് ഇപ്പൊ എന്തുവാ? ഡിവിഷനാ, ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു. ആരുടെ പേരില്? കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ ആരാ? പൗലോസിന്റെ. കുറച്ച് പേര് പറഞ്ഞില്ല ഞങ്ങൾ പത്രോസിന്റെ, അപ്പല്ലോസ്. പിന്നെ കുറച്ച് പേര് ആത്മീയത കൂടിയവര് പറഞ്ഞു ഞങ്ങള് യേശുവിന്റെ ആൾക്കാരല്ലേ. ഡിവിഷൻ വന്നു ചർച്ചിൽ. പൗലോസ് പറയാ നിങ്ങൾ ആരുടെയാന്ന് പറഞ്ഞോ?
ഇത് ആരുടെ ആലയമാണെന്ന് മറന്നോ? ഇത് പൗലോസിന്റെ അല്ല, ഇത് അപ്പൊല്ലോസിന്റെ അല്ല, ഇത് ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരുടെ കൂട്ടമാണെന്ന് മറന്നോ? അവിടെ തന്നെ വാർണിംഗ് അതിനോട് ചേർത്ത് പറയുക. എന്തുവാ? എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ. അങ്ങനെയാണെങ്കിൽ സഭ എത്ര ഗൗരവമാണെന്ന് ഓർക്കണം. സഭയോട് കളിച്ചാൽ ആരാ? ദൈവത്തിന്റെ മന്ദിരമാണിത്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഐക്യതയെ നശിപ്പിക്കുന്ന, ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രവണത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മന്ദിരത്തിനെതിരെയാണ്. ഇവിടെ വെളിപ്പെടുന്ന ദൈവത്തിനെതിരെയാണ്. അത് ദൈവം വെറുതെ വിടുമെന്ന് ചിന്തിക്കരുത്. ചർച്ച് ഈസ് നോട്ട് ദി ഹൗസ് ഓഫ് എനി ലീഡേഴ്സ്. സഭ നേതാക്കന്മാരുടെ അല്ല, കമ്മിറ്റിക്കാരുടെ അല്ല, ആൾക്കാരുടെ അല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള അതിഗൗരവമേറിയ വാർണിംഗ് അതിനോടൊപ്പം കിടക്കുക. ഇനി നോക്കണം, സങ്കീർത്തനക്കാരൻ ആലയത്തിന്റെ മഹത്വത്തെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് പറയാ, യുവർ ഡ്വെല്ലിംഗ് പ്ലേസ് ഓ ലോർഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അത് പറഞ്ഞിട്ട് ഈ 2-ാം വാക്യം, സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരുമ്പോൾ ഈ 2-ാം വാക്യം മുതൽ 2, 3, 4 വാക്യങ്ങളിൽ തൻ്റെ ഉള്ളിലെ ദാഹം, ആഗ്രഹത്തെ വെളിപ്പെടുത്തുക. നോക്കാമോ? 2-ാം വാക്യം ഒന്ന് വായിക്കുക. 2-ാം വാക്യം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഈ 2-ാം വാക്യത്തിൽ തൻ്റെ ഉള്ളിലെ അടങ്ങാത്ത തീവ്രമായ ആഗ്രഹം, 2 വാക്കുകൾ, 2 ഫ്രേസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് 2-ാം വാക്യത്തിൽ പറയാ, പ്രാകാരങ്ങളെ എന്തോ ചെയ്യുന്നു? വാഞ്ചിച്ച്. ഇംഗ്ലീഷിൽ എടുത്തേക്കുന്ന ലോങ്ങിങ്, ഫെയിൻറ്റിങ് എന്നൊക്കെയുള്ള ഒരർത്ഥം. എൻ്റെ യഥാർത്ഥ അർത്ഥം ഇത്രേ ഉള്ളൂ. ഒരാഗ്രഹമുണ്ട് ആലയത്തിലേക്ക് പോകാൻ. ആ ആഗ്രഹത്താൽ കൺസ്യൂമായി പോവുക. ആ ആഗ്രഹത്താൽ എന്തുമായി പോവുക? ഇല്ലാതെയാകുക. മനസ്സിലാകാൻ വേണ്ടി എളുപ്പമെന്ന് പറഞ്ഞാൽ, ആലയത്തിൽ പോയില്ലെങ്കിൽ ഞാൻ എന്തോ പറ്റും? പോകാതെ പറ്റത്തില്ല. പോയില്ലെങ്കിൽ ഞാൻ ഇല്ലാതാകും എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ, നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ സഭയിലാണ് ദൈവം വസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം നമ്മൾ കണ്ടല്ലോ. നമ്മുടെ ആഗ്രഹം എങ്ങനെ ഉണ്ട്? ഹൗ ഈസ് ആർ ഡിസയർ? നമുക്ക് ദൈവസഭ കൂടി വരുന്ന കൂട്ടായ്മകളിലേക്ക് വരാൻ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടോ? എല്ലാവരും എന്തുവാ, നമ്മൾ സ്വയമായ ഒരു പരിശോധന നടത്തണം. ചർച്ചിന്റെ ഗ്യാതറിംഗ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, ഇന്ന് കൂട്ടായ്മയിൽ ഇന്ന് ഒരു സൺഡേ സ്കിപ്പ് ചെയ്താൽ അസ്വസ്ഥത തോന്നാറുണ്ടോ? ഒരു യോഗം മുടക്കിയാൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദ ബെസ്റ്റ് ടൈം. ഞാൻ ഇതിനോട് ചേർത്ത് ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കുക. അതിന്റെ 10-ാം വാക്യം നോക്കി, സങ്കീർത്തനത്തിൽ തന്നെ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് പറഞ്ഞാൽ, അവിടെ ആരാധിക്കാൻ പോയ പുള്ളിക്കാരൻ പറയാണ്, വേറെ ഒരിടത്ത് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഇവിടെ വരുന്ന. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ പറഞ്ഞ പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ നിന്ന് പോയ പുള്ളിക്കാരൻ അത് തോന്നി. പക്ഷെ ദൈവസന്നിധിയിൽ വരുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? ആർ വി എക്സൈറ്റഡ് അബൌട്ട് ചർച്ച് ഗ്യാതറിങ്സ്? ഇന്നൊരു സൺഡേ അല്ലേ? ഇന്ന് രാവിലെ കുറച്ച് സമയം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സഭായോഗത്തിൽ കർത്താവ് എന്നോട് സംസാരിക്കണം എന്നൊക്കെയുള്ള വാഞ്ചയോടെ വന്നവർ ഇവിടെ ഉണ്ടോ? ഇന്ന് രാവിലെ മാത്രം പോരാ, ഇത് വർഷത്തിൽ 3 വട്ടത്തെ കാര്യ. ഈ ആഴ്ചയിൽ ഇന്നിപ്പോ യോഗം കഴിയോ, എന്നിട്ട് അടുത്ത ഞായറാഴ്ച അതിനുവേണ്ടി ഒരു ചിന്ത വന്നിട്ടുണ്ടോ? പഴയ നിയമത്തിലെ ആലയത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ദാഹം നമുക്കുണ്ടാകണമായിരുന്നു. ഉണ്ടാകുന്നുണ്ടോ? Is that there in our heart the longing for God? ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുക. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരൊക്കെ അത് കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു.
കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം ഞാൻ പറയാം. നമ്മുടെ നടുവിൽ വരുന്ന ഒരു സഹോദരൻ എന്നെ തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക, സഹോദര, തിരുവല്ലയിലെ നമ്മുടെ കൂട്ടായ്മയുടെ സമയം ഒന്ന് പറയാമോ? അപ്പം ഞാൻ പറഞ്ഞു 8 to 9:30 ആണെന്ന് പറഞ്ഞു. എനിക്ക് രാത്രി മെസ്സേജ് അയക്കും 8 to 9:30. അപ്പം ഇവിടെ വന്നോണ്ടിരുന്ന ഒരു സഹോദരനാ, അപ്പം തിരുവല്ലയിലെ സമയം ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു 8 to 9:30. അപ്പം പുള്ളിക്കാരൻ ഞാൻ ചോദിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്, താൻ ഈ സ്ഥലമൊക്കെ വിട്ടിട്ട് ഇപ്പം മറ്റൊരു സ്ഥലത്ത് പഠിക്കുക, ഇച്ചിരി ദൂര സ്ഥലമാണ്. തനിക്ക് ഞായറാഴ്ച രാവിലെ ഒരു കോൺഫറൻസ് ഉണ്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കോൺഫറൻസ് ഉണ്ട്, ഞായറാഴ്ചയാ. താൻ എന്തോ ചെയ്തെന്നറിയാം, 10 മണിക്ക് തുടങ്ങും. അപ്പൊ ഇവിടെ വന്നാൽ അതിന് പോകാൻ പറ്റത്തില്ല. അതിരാവിലെ അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 6-7 മണിയായപ്പോൾ തിരുവല്ല വന്നു. ഞങ്ങളുടെ അവിടെ വന്ന് 8 മണിയായപ്പോൾ ആരാധന കൂടി, 9:30 ആയി. 9:30 വരെ അവിടെ ഇരുന്ന് 10 മണിക്ക് താൻ കോൺഫറൻസിന് പോയി. നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഞായറാഴ്ച കോട്ടേജ് മീറ്റിംഗ് അല്ലെങ്കിൽ ഇടയോഗങ്ങൾ നമ്മുടെ സഭ കൂടുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നല്ല കാരണം ഉണ്ടായിരുന്നിട്ട് ഒരു യൗവനക്കാരൻ്റെ ആഗ്രഹം കണ്ടപ്പം ഐ ജസ്റ്റ് തോട്ട് അത് നമുക്ക് കുറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആരെയും വിമർശിക്കാൻ പറയല്ല, നമ്മുടെ ഹൃദയം നമുക്കറിയാലോ. ആ വാക്യത്തിൽ തന്നെ ഒന്നുകൂടെ നോക്കിക്കേ, ഒരു ഭാഗം പറയുന്നത് വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു പറഞ്ഞിട്ട് അടുത്ത വാക്കുണ്ട് എൻ്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൃദയവും മാംസവും എന്ന് പറയുമ്പോ കേവലം വാക്കുകളിലല്ല. ഇന്നിപ്പോ ഞായറാഴ്ച രാവിലെ ഇവിടെ ക്ഷേമമായിട്ട് ശബ്ദം ഉയർത്തി പ്രസംഗിക്കാമായിരിക്കും, സഭയാണ്, എനിക്കെല്ലാം സഭ കൂടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷെ ഉള്ളിലിരിക്കുന്നത് എന്താ? എൻ്റെ ഹൃദയവും എൻ്റെ മാംസം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഹോൾ ബീയിങ്, തൻ്റെ ഒരേ ഒരു ആഗ്രഹം ദൈവസന്നിധിയിൽ പോകണമെന്നാ. അങ്ങനെ ആഗ്രഹമുള്ളവരാണോ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വന്നേ? നമ്മൾ എത്ര ഗൗരവത്തോടെ ഇനിയും സഭയുടെ കൂട്ടായ്മകളെ എടുക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആ തീക്ഷ്ണതയിലേക്ക്, ആ വാഞ്ചയിലേക്ക് നമ്മൾ ഇനിയും മടങ്ങി വരണ്ടേ? സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നൊരു മറ്റൊരു ഭാഗമുണ്ട്, സാം 27:4 ആണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ ആലയത്തിൽ ചെന്ന അവന്റെ മനോഹരത്വം കാണാൻ, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പഴയ നിയമത്തിലെ ഒരു ഭക്തന്റെ ആഗ്രഹം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവേ, അങ്ങനെ ഒരു ആഗ്രഹം is it there or is it not there? We have become casual, my dear children of God. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉഴപ്പി തുടങ്ങി. നമ്മൾ ഇത് പരിചയിച്ച് ഇപ്പൊ ബോറിംഗ് ആയിട്ട് തുടങ്ങി. ഇപ്പോൾ ഇതൊക്കെ നോർമൽ ആണെന്ന് ചിന്തിച്ചു തുടങ്ങി. എന്തുവായിരുന്നു ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചേ? What was the talk? Is it something about the service today? ഇന്ന് രാവിലെ ഇവിടെ നടക്കുന്ന കൂട്ടായ്മയെ പറ്റിയായിരുന്നോ? അതിനെ പറ്റിയായിരുന്നോ? അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നോ? Look at that man in the Old Testament. തീർന്നില്ല, ആ വാക്യം ഒന്നുകൂടെ നോക്കണം. Look at verse 2. ഒന്നുകൂടെ വായിക്കാം. ആ വാക്യത്തിലെ ഒരു ആശയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ആ വാക്യത്തിൽ 2 ലൈനുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ ലൈനിൽ എന്ത് പറഞ്ഞ? എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു പോകുന്നു. അടുത്ത ഭാഗത്ത് പറയാ, എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഒന്നാം ഭാഗത്ത് താൻ പറഞ്ഞ യഹോവയുടെ പ്രാകാരങ്ങളെ പറ്റി പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് ആരെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ജസ്റ്റ് ഗോയിങ് ടു എ പ്ലേസ്. കേവലം ആലയത്തിൽ പോകുന്നതിലല്ല തന്റെ സംതൃപ്തി, മറിച്ച് ആലയത്തിൽ പോകുമ്പോൾ അവിടെ ആരെ കാണാം? ജീവനുള്ള. ആശയം മനസ്സിലാവുന്നുണ്ടോ? അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. ഒരു കാര്യത്തെ വീണ്ടും പറയുമ്പോൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി. എനിക്ക് ആലയത്തിൽ പോകണം, എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാം ആലയത്തിൽ ചെന്ന് ജീവനുള്ള ദൈവത്തെ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ആ ആലയം മനോഹരമായത് എന്തുകൊണ്ടാ? അവിടെ ആരുണ്ട്? ജീവനുള്ള. ഈ സങ്കീർത്തനക്കാരൻ്റെ ഉള്ളിൽ ഇത്രയും വാഞ്ച വന്ന എന്തുകൊണ്ടാ? ആ സ്ഥലത്ത് പോയ ആരെ കാണാം? ജീവനുള്ള ദൈവത്തെ കാണാം. അങ്ങനെയാണെങ്കിൽ സഭയുടെ ബ്യൂട്ടി എന്താ?
ദൈവത്തിന്റെ മഹത്വമാണ്. സഭയിൽ ജനം കടന്നു വരണം. എന്തിനു വേണ്ടിയാ? ജീവനുള്ള ദൈവത്തെ കാണാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിന്, ഈ പണിത കെട്ടിടത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ ദൈവമുള്ളപ്പോഴാ. If God is withdrawn from the temple, then the place has no importance at all. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചർച്ചിലേക്ക് കടന്നു വരുമ്പോൾ എന്തുമായിരിക്കണം നമ്മുടെ ഉള്ളിലെ ആഗ്രഹം? ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വിശ്വാസികളെ കാണാം, ദൈവദാസന്മാരെ കാണാം, കുഞ്ഞുങ്ങളെ കാണാം, ഈ സ്ഥലം കാണാം. ദിസ് ഈസ് ഓൾ ഗുഡ്. ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം കൂട്ടായ്മയുടെ ഭാഗമാണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടെ കടന്നു വന്ന ജീവനുള്ള ദൈവത്തെ ഇവിടെ കാണാൻ പറ്റണം. അത് പറ്റാതെ, അത് സാധിക്കാതെ എത്ര ദൂരത്തുനിന്ന് ഇവിടെ വന്നു പോയാലും അത് വെറുതെയാവും. അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. കേവലം വന്നു പോകാമെന്നേ ഉള്ളൂ. പക്ഷെ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ഇവിടുന്ന് പോയാൽ അത് വെറുതെയാവും. അങ്ങനെ ആകുമ്പോൾ തന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഗാന ശുശ്രൂഷ ലീഡ് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ പ്രസംഗിച്ച് പ്രസംഗം തെളിയിക്കുന്ന നല്ല കാര്യം. ഇവിടെ പാട്ടെല്ലാം കൃത്യമായി പാടിയോ നല്ല പാട്ടാന്ന് പറയുന്നതിലല്ല കാര്യം. ഇവിടെ നടക്കുന്ന വചന ശുശ്രൂഷയാകട്ടെ, പാട്ടുകളാകട്ടെ, ഇതിലൂടെ എല്ലാം ജനം കാണേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടേണ്ടത്. യാതൊരു വ്യക്തിയുമല്ല, ഒരു മനുഷ്യനുമല്ല ഇവിടെ ഉയർത്തപ്പെടേണ്ടത്. ജീവനുള്ള ദൈവത്തെ ജനം കാണണം. ഇത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ ഇരിക്കുന്നവർ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിത് കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ സ്വർഗത്തിൽ അടങ്ങാത്ത, നിങ്ങളൊന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഇമാജിൻ ഫോർ എ മൊമെന്റ് ഗോഡ് കമ്മിങ് ഡൗൺ ഇൻ ഹിസ് ഗ്രേസ് ടു മീറ്റ് us in this day. ഈ ദിവസം നമ്മളോട് കരുണ തോന്നി നമ്മളെ കാണാൻ, നമുക്ക് കാണത്തക്കവണ്ണം ദൈവം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഉഴപ്പിയിരുന്നാൽ, നമ്മൾ ഉറങ്ങിയിരുന്നാൽ അത് ദൈവത്തോടുള്ള അപമാനമല്ലേ, ധിക്കാരമല്ലേ? ഇന്ന് പ്രഭാതത്തിൽ ഒരു മനുഷ്യനെ അല്ല നമുക്ക് കാണേണ്ടത്, സാക്ഷാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണണം. We have lost that hunger. We have lost that zeal. And I say this again, അങ്ങനെ ഒരു ആഗ്രഹമില്ലെങ്കിൽ, ആ വ്യക്തിക്കുണ്ടായിരുന്ന പോലത്തെ ഒരു വാഞ്ച ഉള്ളിലില്ലെങ്കിൽ ഈ ചെയ്യുന്നതെല്ലാം പിന്നെ എന്തുവാ? പ്രകടനമല്ലേ? If I don't have a desire for God and preach all these things, for what? For what? എനിക്ക് ദൈവത്തെ ഇവിടെ കാണണ്ട, പക്ഷെ ഞാൻ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഫോർ വാട്ട്? ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് റിച്വൽസ്. ക്രിസ്തീയ മാർഗം കുറെ കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നതല്ല. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന ദൈവത്തോടുള്ള അടങ്ങാത്തൊരു സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരേണ്ടത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാവോ? പ്രസംഗം കഴിഞ്ഞില്ല, പക്ഷെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ തീക്ഷ്ണത, മടുപ്പ് വന്ന് പല കാരണങ്ങൾ കൊണ്ട്, പരിചയം കൊണ്ട് ഇപ്പോൾ പഴയ ആവേശം തോന്നുന്നില്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, put in me a hunger that only you can satisfy. എൻ്റെ ഉള്ളിലൊരു ദാഹമിടണം, അങ്ങയ്ക്ക് മാത്രം പൂർത്തീകരിക്കാൻ, ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹങ്കർ. സങ്കീർത്തനക്കാരൻ പറയാം, എൻ്റെ ഉള്ളം ജീവനുള്ള ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു. തീർന്നില്ല, നോക്കണമേ. അതിനുശേഷം 3-4 വാക്യത്തിലേക്ക് കടന്നു വരാം. വാക്യം ഒന്ന് വായിക്കാമോ? 3 and 4. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണമേ, ആരാധനയ്ക്ക് പോകുന്ന, യെരൂശലേമിലേക്ക്, ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന കാര്യത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 1-2 വാക്യത്തിൽ ദൈവാലയത്തെ മഹത്വപ്പെടുത്തിയിട്ട് തൻ്റെ ഉള്ളിലെ ആഗ്രഹം താൻ പറഞ്ഞു. ഈ 3-4 വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ട എന്തോന്നറിയോ? പുള്ളിയുടെ ഉള്ളിൽ കുറച്ച് അസൂയുണ്ട്. എന്തോ ഉണ്ട്? അസൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലത്തെ അസൂയല്ല, ഒരു നല്ല അസൂയ. നല്ല അസൂയ എന്ന് പറഞ്ഞാൽ എന്തോ അറിയോ? താൻ നോക്കിയപ്പോ
ശരി, ഞാൻ ആണ്ടിൽ 3 വട്ടം വരുന്നുള്ളൂ ആലയത്തിൽ. പക്ഷെ ഞാൻ ആലയത്തിൽ വരുമ്പോൾ സ്ഥിരമായി ആലയത്തിലുള്ള കുറച്ച് പേര്. ഞാൻ അന്നൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ വലിയ കാര്യത്തിൽ രാവിലെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ട്രാഫിക്കിൽ കൂടെ വണ്ടി ഓടിച്ച് ഒരു സിഗ്നൽ കടന്ന് 1 സിഗ്നൽ 2 സിഗ്നൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു സഹോദരൻ എളുപ്പം മേളിൽ നിന്ന് താഴോട്ട് വന്ന് കൂട്ടായ്മ പങ്കെടുക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ എത്ര നേരം. സോ സിമ്പിൾ. ഇതേപോലത്തെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ വന്ന്. ഞാൻ നോക്കുമ്പോൾ ശരി, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു, പക്ഷെ കുറെ പേര് ഇവിടെ ഇരിക്കുക. ഇത് ഞാൻ നോക്കിപ്പോണ്ടല്ലോ, കേവലം മനുഷ്യരോട് മാത്രമല്ല, കുറച്ച് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പക്ഷികളെ പറ്റിയാ. നോക്കിക്കാം, നമുക്ക് ആദ്യം 4-ാം വാക്യം നോക്കാം. 4-ാം വാക്യം ഒന്ന് വായിക്കാം. 4-ാം വാക്യം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാല് താൻ വന്നു, ഉത്സവം കഴിഞ്ഞു പോയി, പക്ഷെ താൻ നോക്കുമ്പോ പുരോഹിതന്മാര് ലേവ്യരല്ല എവിടെ ഉണ്ട്? ആലയത്തിലുണ്ട്. അത് മാത്രമല്ല, കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഷൻ താൻ നോക്കിപ്പോ ശരി, ഈ യെരുശലേമിൽ പാർക്കുന്ന ആലയത്തിന്റെ സമീപത്തൊക്കെ ഉള്ളവർക്കും എളുപ്പമല്ലയോ? ആ ഉത്സവത്തിന്റെ സമയമാകുമ്പോൾ പോവാ. ഉത്സവത്തിന്റെ സമയം മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ തോന്നുമ്പോഴൊക്കെ എവിടെ ചെല്ലാം? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. അപ്പൊ തൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എനിക്കും എന്തോ ചെയ്യണം. എപ്പോഴും അവർക്ക് എപ്പോഴും ദേവാലയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാം, പക്ഷെ എനിക്കത് കഴിയുന്നില്ല. എനിക്കും എന്തോ വേണം. ഐ ഓൾസോ വോണ്ട് ടു ഹാവ് ദ സെയിം പ്രസൻസ്. ആലയത്തിൽ അവിടുത്തെ ആലയത്തിൽ വസിക്കുന്ന പുരോഹിതന്മാർക്കും ലേവ്യരും നിരന്തരം അനുഭവിക്കാൻ തൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. ഇത് ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ ഭാഗ്യാവസ്ഥയെ ഓർക്കണം. ദൈവം പറഞ്ഞത് എന്താ? പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ആലയത്തിൽ സഭ കൂടുന്നിടത്ത് മാത്രമല്ല ദൈവ സാന്നിധ്യം, ഇവിടം വിട്ടുപോയാലും നമ്മളോടൊപ്പമുള്ള ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ എന്തോ ചെയ്യണം? വസിക്കണം. ഇടമുറിയാത്ത ഒരു ബന്ധം ദൈവവുമായിട്ട് ലഭിച്ചവരാണ് ദൈവമക്കൾ. യേശു പറഞ്ഞത്, യേശു ഒരിക്കൽ പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കാരണം എന്താ? ഞാൻ പോയാൽ ആര് വരും? പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും? എപ്പോഴും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഭക്തൻ ആഗ്രഹിച്ചു ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കൃപയാൽ നമുക്ക് കരുണ ലഭിച്ചു. എന്തിനാ? ഏത് സമയത്തും നമ്മൾ ഏത് സ്ഥലത്തിരുന്നാലും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ. നമ്മൾ മുട്ടുമടക്കുന്നിടത്ത്, നമ്മൾ പിതാവേ എന്ന് വിളിക്കുന്നിടത്ത് ദൈവം നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന, ദൈവം നമ്മളോട് കനിഞ്ഞ് നമ്മളുടെ മേൽ നമ്മളോട് ഇടപെടുന്ന ആ ദൈവ സാന്നിധ്യം. ലുക്ക് അറ്റ് ദ ഗ്രേറ്റ്നസ്. നമുക്ക് കിട്ടിയ പദവി മറക്കരുത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ആലയത്തിൽ മാത്രമുണ്ടായിരുന്ന, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന ദൈവ സാന്നിധ്യത്തെ നമ്മൾ പോകുന്നിടത്തൊക്കെ അനുഭവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ. ആഴ്ചയുടെ ദിനങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. കഴിഞ്ഞ ഞായറാഴ്ച മാത്രമായിരുന്നോ പോയ വഴികളിലൊക്കെ നിങ്ങളോടൊപ്പം ദൈവ സാന്നിധ്യം ഇല്ലായിരുന്നോ? താളടിയായി പോകേണ്ട, തകർന്നു പോകേണ്ട പല സന്ദർഭങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കരുതലല്ലായിരുന്നോ? അറിഞ്ഞില്ല. നമ്മളോർത്ത് നമ്മുടെ ഡ്രൈവിങ്ങിന്റെ മികവാന്ന്, നമ്മളോർത്ത് നമ്മുടെ മിടുക്കാന്ന്. പക്ഷെങ്കിൽ താളടിയാകാതെ, കാലിടറാതെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ദിവസവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദാറ്റ് കംസ് വിത്ത് എ വാർണിംഗ്. അതൊരു വാർണിങ്ങിനോട് ചേർന്നാ വരുന്നത്. എന്താണെന്നറിയാമോ? ഈ ആലയത്തിൽ വരുമ്പോൾ, ഒരു സഭയുടെ യോഗത്തിന് വരുമ്പോൾ നല്ലവണ്ണം വെള്ളയൊക്കെ ഇട്ട് നല്ല രീതിക്ക് സൗമ്യമായി ശാന്തമായിട്ടൊക്കെ ഇവിടെ ഇരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ഓർത്തോണം, ദൈവ സാന്നിധ്യം ഇവിടം കൊണ്ട് പരിമിതപ്പെട്ടതല്ല. നമ്മൾ പോകുന്ന നമ്മളുടെ രഹസ്യ വഴികളിൽ, നമ്മുടെ ഭവനത്തിന്റെ തണലിൽ, നമ്മൾ ഒറ്റയ്ക്കുള്ള പ്രൈവറ്റ് സ്പേസിൽ നമ്മളെ കാണുന്ന ദൈവമുണ്ട്. കൊരിന്ത്യ സഭയോട് ആദ്യം പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് 6-ാം അധ്യായത്തിൽ പറയും. എന്തിന്റെ പശ്ചാത്തലത്തിൽ? പാപത്തിൽ, ദുർനടപ്പിൽ വസിക്കുന്ന, പാപം ചെയ്തിട്ട് സഭയിൽ തുടരുന്നവരോട് വാർണിംഗ് ആയിട്ട് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് ഓർക്കണം.
ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ CCTV, യു ആർ അണ്ടർ CCTV സർവേലൻസ് എന്നൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഉള്ളിലിരിക്കണം. മക്കൾ ഓർത്തോണം, ഞാൻ മുമ്പേ അന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾ ഇന്നുണ്ട്. ഓർത്തോണം മക്കളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പം പാസ്റ്റർ ഇല്ല, പപ്പയില്ല, അമ്മയില്ല, നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു സ്പേസ് വരും. പക്ഷെങ്കിൽ അപ്പോഴും കാണുന്ന ഒരാളുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു മാസ്ക് ഇട്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ രഹസ്യ അറകളിൽ, ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം, ഇൻ യുവർ മോസ്റ്റ് പ്രൈവറ്റ് സ്പേസ്, ആരും കാണാത്ത സ്ഥലങ്ങളിൽ പോലും നിങ്ങളും നിങ്ങളുടെ ഡിവൈസുകളും മാത്രമുള്ളിടത്ത് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്തോണം. The presence of God is with you everywhere. അത് നമുക്കൊരു സന്തോഷം നൽകണം. എൻ്റെ ദൈവം വിട്ടുപിരിയാതെ തൻ്റെ സാന്നിധ്യവുമായിട്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ സങ്കീർത്തനം ആരാ രചിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആരായിരുന്നു? കോരഹപുത്രന്മാരുടെ ചരിത്രം അറിയാവോ? അവരുടെ പിതാക്കന്മാരെല്ലാം കൂടെ അന്നത്തെ നേതാവായിരിക്കുന്ന നേതൃത്വത്തിനെതിരെ, മോശയ്ക്കെതിരെ റിബല്ല് ചെയ്ത് ആളെ കൂട്ടി നേതൃത്വത്തിനെതിരെ നിന്നു. ദൈവത്തിന്റെ ന്യായവിധി വന്നു. എന്തുവായിരുന്നു? ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെങ്കിൽ ഈ പുത്രന്മാരോട് ദൈവം എന്തോ ചെയ്തു? കരുണ ചെയ്തു. അവർക്ക് കൃപ ലഭിച്ചു. ഈ കൃപ ലഭിച്ചവന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്തുവാ? ആലയത്തിൽ വസിക്കാൻ, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനുള്ള ആഗ്രഹം. പുതിയ നിയമ വിശ്വാസികളെ, നമുക്കോ കൃപ അനുഭവിച്ചവരല്ലേ? ദൈവം നമ്മളോട് മനസ്സലിഞ്ഞതല്ലേ? കൃപയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരല്ലേ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താവണം? Lord, to praise him, എപ്പോഴും അവനെ സ്തുതിക്കാൻ. അതിനെന്തോ ഓർത്താ മതി? നമ്മളെ വിടുവിച്ച ആ ദൈവ കൃപയൊന്ന് ഓർത്താ പോരെ? പാപത്തിൽ നശിക്കേണ്ട നമ്മളെ കൃപ ചെയ്ത് കരുണ തോന്നി വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നന്ദി ഉയരണം. ദൈവത്തെ നിത്യം നിരന്തരം സ്തുതിക്കണമെന്നുള്ള അടങ്ങാത്ത ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. Those who experience the grace of God will ever be hungry for the presence of God. ദൈവകൃപ അനുഭവിച്ചവരുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാകും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി. ഒന്നാമതായിട്ട് ഈ യാത്ര ചെയ്ത് വരുന്ന മനുഷ്യന് ഒന്നാമതായിട്ട് അസൂയ തോന്നിയത് ഈ വ്യക്തികളെ ഓർത്തിട്ടാ. ഒരു ഗുഡ് വേ ഓഫ് ബീങ് ജലസ്. അവരെ പോലെ എനിക്ക് പറ്റുന്നില്ല. അടുത്തതായിട്ട് ഞാൻ നോക്കുമ്പം ഒരു കൂട്ടം പക്ഷികൾ അവിടെ പാർക്കുന്നത് താൻ കാണുന്നത് നമ്മൾ 3-ാം വാക്യത്തിലാണ് കാണുന്നത്. 3-ാം വാക്യം ഒന്ന് വായിക്കോ. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഇവിടെ താൻ നോക്കുമ്പോൾ ആലയത്തിൽ പുരോഹിതന്മാരും ലേവ്യരും ഉണ്ട്. അതേപോലെ കുരികൾ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ചില ചെറിയ പക്ഷികൾ, കിളികൾ ഈ ആലയം സ്ഥിതി ചെയ്യുന്ന പരിസരങ്ങളിൽ വന്ന് പാർക്കുക. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചിലപ്പം കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപദ്രവ നിമിത്തമാകാം ഇവരെല്ലാം സങ്കേതമായി കണ്ടെത്തിയിരിക്കുന്നത് എന്തുവാ? ആലയത്തിന്റെ ഇവിടെ ഇരിക്കുന്ന യാഗപീഠങ്ങൾ എന്നൊക്കെയാണ്. ആ പരിസരങ്ങളിൽ കുറെ കിളികൾ വന്ന് പാർക്കുക. അപ്പൊ അവരെ കണ്ടപ്പം ഈ മനുഷ്യന്റെ ഉള്ളിലൊരു ചിന്ത, അവർക്ക് നിത്യം അവിടെ ആരാധന, ആ ദൈവസാന്നിധ്യം ഇറങ്ങേണ്ടത് എപ്പോഴും വസിക്കില്ല, എനിക്കത് കഴിയുന്നില്ലല്ലോ. തൻ്റെ ഉള്ളിലൊരു ആഗ്രഹം. ഞാൻ ഇവിടെ നിന്ന് 1-2 കാര്യം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടാം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ബിഗ് ലെസൺ ഫ്രം സ്മോൾ ബേർഡ്സ്. കിളികൾ എന്തുവാ? ചെറിയ കിളികളാ, പക്ഷെ ചില വലിയ പാഠങ്ങൾ, നമുക്കിതുവരെയും മനസ്സിലാകാത്ത ചില വലിയ പാഠങ്ങൾ ഈ കിളികൾ പഠിപ്പിക്കുന്നുണ്ട്. നോക്കാം ആ വാക്യം ഒന്നും കൂടെ. കുരികിൽ ഒരു വീടും ഒരു വീട് മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അതെവിടാ? ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മളിവിടെ പഠിക്കേണ്ടത്, ഈ പക്ഷികൾ, ഈ ചെറിയ കിളികൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, ടു മേക്ക് യുവർ ഹോം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഭവനത്തിൽ എന്തോ വേണം? ദൈവ സാന്നിധ്യം വേണം. മനസ്സിലായില്ല? കുരികൾ, ഈ പക്ഷികൾ ഇവരുടെ വീട് എവിടെ ആക്കിയേക്കുക? ആലയത്തിലാക്കിയിരിക്കുക. അപ്പൊ അവിടെ നിന്ന് പഠിക്കേണ്ട കാര്യം, നമ്മുടെ ഭവനങ്ങളിൽ എന്തോ വേണം? ദൈവ സാന്നിധ്യം വേണം.
ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? ദ സ്പിരിച്വാലിറ്റി ബിയോണ്ട് ദ ചർച്ച്. ഈ സഭയ്ക്കകത്ത് കാണിക്കുന്ന ആത്മീയതകൾക്കപ്പുറത്ത് കുടുംബത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ഉണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അത് എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഉഴപ്പി ഉറങ്ങിയുള്ള ഒരു പ്രാർത്ഥനയുടെ കാര്യമല്ല. ഐ ആം സേയിങ് അബൌട്ട് സജീവമായി ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ ഈ പ്രസംഗം കഴിയുമല്ലോ, ഈ സന്ദേശത്തെ അല്ലെ കഴിഞ്ഞ ആഴ്ച സാജു പാസ്റ്റർ പ്രസംഗിച്ച ആ സന്ദേശത്തെ പറ്റി കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിൽ കുടുംബത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? സംസാരിക്കാറുണ്ടോ? ഒരുമിച്ച് വചനം പഠിക്കാറുണ്ടോ? That has to happen in the family. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല, പക്ഷെ ഇവിടെ വന്ന് ആരാധിക്കാം, രണ്ടിടത്തിരുന്ന് കൈയടിക്കാം. അതല്ല, ഒരുമിച്ച് ഭവനത്തിലുണ്ടോ? മക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പേരൻസിൽ എത്ര പേര് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വചനം പഠിപ്പിച്ചു കൊടുക്കുന്ന, കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സ്പിരിച്വൽ പ്രസൻസ്, ദൈവ സാന്നിധ്യം ഭവനങ്ങളിൽ ഉണ്ടാകണം. ദാറ്റ് ഈസ് വാട്ട്, അതാണ് അവർ പഠിപ്പിക്കുന്നത്. അവിടെ മാത്രം തീർന്നില്ല. അപ്പൊ കിളികൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കുടുംബത്തിൽ എന്തോ ഉണ്ടാവണം, ദൈവ സാന്നിധ്യം ഉണ്ടാകണം. മറ്റൊരു കാര്യം കൂടെ ആ വാക്യത്തിലുണ്ട്, വായിക്കാമോ? കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് എവിടാ? ആലയത്തിൽ. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ പഠിപ്പിക്കുന്ന അടുത്ത പാഠം ഈ കുഞ്ഞുങ്ങളെ എല്ലാം വിരിഞ്ഞു വരുന്ന ആ സമയത്ത് എവിടാണ്? ആലയത്തില. എന്താ കാരണം? ആലയത്തിലാണല്ലോ എന്തോ ഉണ്ട്, ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നൊക്കെ ആ കിളികൾക്ക്. നമ്മക്കോ, നമ്മളിവിടെ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ പഠിപ്പിക്കണം. എന്തോന്ന് പഠിപ്പിക്കണം? ദ സെക്യൂരിറ്റി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം USA അല്ല. ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം ചർച്ചാണ്, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ മക്കളോട് നമ്മളത് പഠിപ്പിച്ചോ? വി തിങ്ക് പൈസ മോനെ പഠിച്ചോ, നല്ലവണ്ണം മോൻ പഠിച്ചോണേ, ഉഴപ്പൊന്നും ചെയ്യില്ലേടോ, പപ്പയുടെ ബുദ്ധിമുട്ട് അറിയാലോ. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ ഇവർ വസിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് അവരെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. പക്ഷെ ചെറുപ്രായത്തിൽ അവരെ ആലയത്തിൽ കൊണ്ടുവന്ന് ദൈവവചനം പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. വി ആർ ട്രൈയിങ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, വി ആർ ട്രൈയിങ് ടു ഫൈൻഡ് എക്സ്ക്യൂസ്. അല്ല, മോന് ഇന്ന് ട്യൂഷനാ, മോൾക്ക് ഇന്ന് ക്ലാസ്സാ. വി ആർ somehow trying to justify them. Teach them to trust in the Lord. ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ പഠിപ്പിക്കുക. ഞാൻ ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയണമെന്ന് ഓർത്തല്ല, എങ്കിലും ഞാൻ പറയാണ്. ഇറ്റ്സ് അബൌട്ട് മൈ ഫാദർ. എൻ്റെ ഫാദർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങളെ അടുത്തറിയുന്നവർ ഇവിടെ ഉണ്ടാകും. വി വെന്റ് ത്രൂ സിവിയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്. വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബം പോയിട്ടുണ്ട്. പക്ഷെ ഹീ നെവർ സെഡ് മീ ടു, മോനെ നീ പൈസ ഉണ്ടാക്കിയിട്ട് വേണോ പപ്പ. നോ. ബട്ട് ഐ ഹാഡ് സീൻ ഹിം, ഐ ഹാവ് സീൻ ഹിം ബെൻഡ് ഡൗൺ, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്കിപ്പോൾ എൻ്റെ ചിന്തയിൽ കൂടെ പോലും പോകാറില്ല എങ്ങനെയെങ്കിലും കുറച്ച് പാശ ഉണ്ടാക്കണം, എൻ്റെ ചിന്തയിൽ പോകാറില്ല. ഐ നോ ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ. ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവർ ദൈവസന്നിധി വിട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുക. നല്ല സ്ഥലത്ത് ജോലിക്ക് വിടുമ്പോൾ ദൈവസഭയിൽ കൂട്ടായ്മയിലൊക്കെ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അവരവിടെയുള്ള പാസ്റ്റർമാരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണോ എന്ന് അന്വേഷിക്കുക. അല്ലാതെ ഫുഡും താമസവും കൂട്ടുകാരുണ്ടോ എന്നല്ലേ നമ്മുടെ ചോദ്യം. സഭയുണ്ടോ എന്ന് ചോദിക്കുക. വിശ്വാസികളായ മക്കളുണ്ടോ എന്ന്, കൂടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ദാറ്റ് ഈസ് വാട്ട് ദീസ് ബേർഡ്സ് ആർ ടീച്ചിങ് us. കിളികളാ, പക്ഷെ ചെറിയ കിളികളുമാ, പക്ഷെ വലിയ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുക.
വലിയ അറിവ് പകരുക, വിസ്ഡം. The security is in the presence of God. സുരക്ഷിതത്വം ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമാണെന്നുള്ള പാഠം നമ്മുടെ കുഞ്ഞ്. ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം കേട്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയാം, മക്കളെ കുറെ പഠിച്ചത് കൊണ്ടോ കുറെ പൈസ ഉണ്ടാക്കിയോണ്ടോ വലിയ രാജ്യങ്ങളിൽ പോയത് കൊണ്ടോ ഒന്നും ഉണ്ടാവത്തില്ല. Life will get over. You will face terrible things in life. But the best thing is, ഏറ്റവും നല്ല കാര്യം നല്ല യൗവനത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക. നല്ല യൗവനത്തിൽ, പ്രായമായതിനു ശേഷം കൂട്ടായ്മ ആചരിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ നല്ല യൗവനത്തിൽ മറ്റാരും അത് ചെയ്യത്തില്ല. മറ്റനേകർ ലോകത്തിന്റെ പുറകെ പോകും. പക്ഷെ നിങ്ങളിൽ ചിലര് കർത്താവിന് വേണ്ടി വേറിട്ട് നിൽക്കണം. You must learn that in the church. Wherever you go, നിങ്ങളെ പല സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ അയക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് അയക്കും, പല രാജ്യങ്ങളിലേക്കുമായിരിക്കും. പക്ഷെ സ്റ്റേ ഫെയ്ത്ത്ഫുൾ ടു ദ ലോർഡ്. ദ സെക്യൂരിറ്റി ഈസ് നോട്ട് ഇൻ ദ മണി ദാറ്റ് ഐ മേക്ക്. എനിക്ക് മാസാവസാനം കിട്ടുന്ന ശമ്പളത്തിലല്ല എൻ്റെ സെക്യൂരിറ്റി, എൻ്റെ ജോലിയിലല്ല എൻ്റെ സെക്യൂരിറ്റി, ആരോഗ്യത്തിലുമല്ല. ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്താൻ നമ്മുടെ മക്കൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വരുന്ന ആശയം എത്രയേ ഉള്ളൂ. ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന തീർത്ഥാടകൻ നോക്കുമ്പോൾ ചെറിയ ചെറിയ കിളികൾ കൂടി ഇവിടെ അടിച്ചു. ഓ, ഞങ്ങൾക്ക് ആലയത്തിൽ മതിയെന്ന് ആലയം വിട്ടൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇനി ഇവിടെ സ്ഥിരം വസിക്കുക. പുരോഹിതന്മാരും ലേവ്യന്മാരും അതാ ചെയ്തേ. അപ്പൊ അത് ഓർത്ത് അസൂയപ്പെടുന്ന തീർത്ഥാടകൻ. നമ്മൾ അവിടുന്ന് പഠിച്ച കാര്യം ഇതാണ്. പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക് ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് എല്ലാവരും വന്ന് താമസിക്കുന്ന ആശയമല്ല. We can experience God in every walk of our life. നമ്മളോടൊപ്പം ദൈവം എന്നേക്കും വസിക്കുന്ന ഒരാശയം. അത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പം നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? യെസ്, ഉണ്ട്. നമ്മുടെ വീടുകളിൽ യെസ്, ഇറ്റ് ഈസ് there. But there is also a future. ഒരു ഭാവിയുണ്ട് ഇതിന്. ഭാവി എന്തോന്നറിയോ? നമ്മുടെ ഈ ആയുസ് തീരും, നമ്മുടെ ഇവിടുത്തെ യാത്ര അവസാനിക്കും. നമ്മൾ ഒരിക്കൽ എവിടെ ചെല്ലുമെന്നറിയോ? ഇൻ ടു ദ റിയൽ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമുക്കറിയാം ദൈവം ഉണ്ടെന്ന്. പക്ഷെങ്കിൽ ഒരു ദിവസം ഇത് അവസാനിക്കും. We will leave this world. അന്ന് നമ്മൾ എവിടെ പോകും? ദൈവത്തെ നേരിട്ട്, പൗലോസ് പറയുന്ന വാക്കുകളിൽ പറഞ്ഞ, ഇന്ന് നമ്മൾ കണ്ണാടിയിൽ, അന്ന് നമ്മൾ അവനെ നേരിട്ട് ഫേസ് ടു ഫേസ്. ഇന്നിപ്പോ നമ്മൾ തമ്മിൽ കാണുന്ന പോലെ ആരെ കാണും? അങ്ങനെ ഒരു ഫ്യൂച്ചറും കൂടെ ഇതിനുണ്ട്. ഞാൻ പറയുന്ന ഒരു ആശയ സങ്കീർത്തനം അടുത്ത 2-3 വാക്യം കൂടെ നോക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബട്ട് ഇവിടെ കാണേണ്ട കാര്യം, we are all in a journey. The journey from glory to glory. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് നമ്മൾ ഒരു യാത്രയിലേക്കാ, ടു അനദർ ഗ്ലോറി, ടു ദ റിയൽ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഒരു യാത്രയിലാ. അതേപോലെ തന്നെ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്രയെ ഞാൻ സങ്കീർത്തനക്കാരൻ നടത്തുന്ന യാത്രയുമായിട്ടൊന്ന് പാരലായിട്ട് വെച്ചിട്ട് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ, തീർത്ഥാടകൻ ആലയത്തിൽ പോകുന്ന യാത്രയും നമ്മൾ ദൈവത്തിലേക്ക് പോകുന്ന യാത്രയും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കണമേ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനിയും നോക്കണമേ 5, 6, 7 വാക്യങ്ങൾ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ കേട്ട രസകരമായ ഒരു ഇന്റർപ്രിട്ടേഷൻ, സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാള് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ട ഇങ്ങനെയാണ്: അതേപോലാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇടുക്കമാന്നൊക്കെ, പക്ഷെ എങ്ങനെയെങ്കിലും ഇടുക്കി അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? ഹൈവേ ബ്രദർ, ഹൈവേ, പെരുവഴിയാണ്. അതല്ല അതിന്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ ആ വാക്യം മാത്രം എടുക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചാലും അതല്ല അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, മൊത്തത്തിൽ വായിച്ചോ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മതി. ഈ പെരുവഴി, ഹൈവേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ പല സ്ഥലത്ത് നിന്ന്, യെരുശലേമിന്റെ ചുറ്റുവട്ടത്തും ഇസ്രായേലിന്റെ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ജനമല്ല എങ്ങോട്ട് വരിക?
യെരൂശലേമിലേക്ക് വരിക. അപ്പൊ അവര് വരുന്ന ഈ വഴിയെയാണ് എന്ത് പറയുന്നത്, ഈ പെരുവഴി എന്ന് പറഞ്ഞ ഹൈവേ ഈസ് എനിവേ. ചിലപ്പം ചിലർ അഭിപ്രായപ്പെടുന്നത് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകാൻ തീർത്ഥാടകർ മാത്രം എടുക്കുന്ന ഒരു പ്രത്യേക വഴിയുണ്ടെന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പൊ ആ വഴിയാണ് എന്ത് പറയുന്നത്, പെരുവഴി എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഈ വഴി എളുപ്പമല്ലെന്ന് നമുക്ക് വായനയിൽ തന്നെ മനസ്സിലായി കാണാം. കാരണം എന്താ, അവിടെ ഒരു താഴ്വരയെ പറ്റി പറയുന്നുണ്ട്. 6-ാം വാക്യത്തിലെ താഴ്വര ഏതാ, എന്തോ താഴ്വരയാ? അപ്പം പെരുവഴിയാണെങ്കിൽ എന്തോ ഉണ്ട്, കണ്ണുനീരിന്റെ, ഈ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദ വാലി ഓഫ് ബാക്ക എന്നാണ്. പല നിലകളിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഈ വീട് വിട്ട് വരുന്ന ജനം യെരൂശലേമിലേക്ക് പോവാ. ഈ പോകുന്ന വഴി യാത്രയിൽ ഒരു താഴ്വര എത്തുമ്പോ വെള്ളമില്ല. യാത്രയ്ക്ക് ആവശ്യം, ദാഹിക്കുമ്പം വെള്ളം കുടിക്കണം, വെള്ളമില്ല. വെള്ളം കിട്ടാത്ത ഉണങ്ങിയ ഒരു താഴ്വരയായത്. സങ്കീർത്തനക്കാരൻ പറയാ, ആ താഴ്വരയിൽ കൂടെ എന്തോ ചെയ്യണം. അതുകൊണ്ടാണ് അതിന് എന്ത് താഴ്വര എന്ന് വിളിക്കുന്നത്, കണ്ണുനീരിന്റെ താഴ്വര. ഈ താഴ്വരയിൽ കൂടെ പോയെങ്കിൽ മാത്രമേ എവിടെ എത്തത്തുള്ളൂ, യെരൂശലേമിൽ എത്താൻ പറ്റത്തുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആവേശത്തോടെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഈ പാട്ടൊക്കെ പാടി ഇറങ്ങി, എന്തുവാ, ദൈവമേ തിരുനിവാസം എത്ര മനോഹരം, വെട്ടിയൊക്കെ എടുത്ത് വലിയ സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് പോവാന്ന് പറഞ്ഞൊക്കെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാ താഴ്വര. അതുവരെ വന്നിടത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളമുള്ള കിണറിന് ചുറ്റും ഇവരിരുന്ന് പാട്ടൊക്കെ പാടി വെള്ളമൊക്കെ കുടിച്ച് ആഘോഷമായിട്ട് പോവായിരുന്നു. പക്ഷെ മുന്നോട്ട് ചെന്നപ്പോ കണ്ണുനീരിന്റെ താഴ്വര, കണ്ണുനീരിന്റെ താഴ്വര. നമ്മൾ പഠിക്കണം, നമ്മൾ ചിന്തിക്കുന്നത് നമ്മളും ഒരു യാത്രയിലാണ്. കർത്താവ് പറഞ്ഞത് എന്താ, ക്രിസ്തീയ ജീവിതത്തിലെ യാത്രയെപ്പറ്റി എന്തോ യേശു പറഞ്ഞത്, ജീവങ്കിലേക്ക് പോകുന്ന വാതിലിടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ഈ സങ്കീർത്തനത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിലും കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ട അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നവരിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നടന്നു വന്നവരുണ്ട്. കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിലും വഴി നിർത്താതെ, വഴിയിൽ നിർത്തിയിട്ട് പോകാതെ ആ താഴ്വരയിലൂടെ നടന്നു പോകേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. കണ്ണുനീരിന്റെ താഴ്വരയെ ഇവരെങ്ങനെയാണ് തരണം ചെയ്തത്? ഹൗ ഡിഡ് ദേ ഗോ ത്രൂ ദിസ് വാലി? ഈ താഴ്വരയിൽ കൂടെ അവരെങ്ങനെയാ പോയത്? നമുക്ക് നോക്കി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കണമേ, ആ വാക്യം 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോ ഈ താഴ്വരയിൽ കൂടെ പോകുമ്പോൾ ഇവർക്ക് താഴ്വരയിലേക്ക്, ഈ കണ്ണുനീരിന്റെ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ഈ താഴ്വരയിൽ പോകാൻ ഇവർക്ക് ബലം ലഭിക്കുന്നത് എവിടുന്നാ? ഇവരുടെ കയ്യിലുള്ള റിസോഴ്സുകളെല്ലാം തീർന്നു. പക്ഷെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, ബലം ആരിൽ നിന്നാ? ആരിലാ ബലം? ദൈവത്തിലാണ് ഇവരുടെ ബലം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. എന്നോടൊപ്പം ഉള്ളവർക്ക് ഇത് മനസ്സിലാവും. ഈ യാത്ര ഇവരെങ്ങോട്ടാ പോകുന്നത്? യെരൂശലേമിലേക്കാ. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ യെരൂശലേമിലേക്കാ പോകുന്നത്. ദൈവം എവിടെ വസിക്കുന്നത്? യെരൂശലേമിലാ. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാ, ദൈവം യെരൂശലേമിലാണെങ്കിലും ഈ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ആ യെരൂശലേമിലുള്ള ദൈവം ഈ വഴിയാത്രയിൽ എന്നെ സഹായിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിലേക്കാ പോകുന്നേ. നമുക്ക് സഹായം വരുന്നത് ദൈവത്തിലാണ്, ദൈവത്തിൽ നിന്നാണ്. കണ്ണുനീരിന്റെ ഉണങ്ങി വരേണ്ട ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം അവരെ ബലപ്പെടുത്തിയെങ്കിൽ, ഇഫ് ഗോഡ് ഓഫ് ജെറുസലേം strengthen the pilgrims far away, the God of heaven will impart strength to us who are here today. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുന്നു. യെരൂശലേമിലെ ദൈവം, യെരൂശലേം ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം, അവങ്കിലേക്ക് വരുന്ന തീർത്ഥാടകന്റെ വഴിയാത്രയിൽ ബലം പകർന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ കണ്ണുനീരിന്റെ അവസ്ഥകളിൽ, നമ്മുടെ നിരാശപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് ബലം പകരും. അവനാകട്ടെ നമ്മുടെ ബലം. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറയും, പരിശുദ്ധാത്മാവിന്റെ സഹായം, ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടുന്ന, കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ നിന്മനം ഇളകാതെ നിന്മനം നിന്നോട് കൂടെ.
എന്നും ഇരിക്കുന്ന കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിലും കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവനാണ് ഇവരുടെ ബലം. ആ വാക്യം ഒന്നുകൂടെ നോക്കണേ. ഒന്നാമത്തെ കാര്യം, ഈ യാത്രയിൽ ഈ താഴ്വരയിൽ കൂടെ പോകണമെങ്കിൽ ബലം ആരിലായിരിക്കണം? ദൈവത്തിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം നോക്കിക്കുക, ആ വാക്യം തന്നെ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ആ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഇവരുടെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി, ഒന്ന് അവരുടെ ബലം ദൈവത്തിനാണ്, രണ്ട് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഹൈവേസ് ആർ ഇൻ ദിയർ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇവർ തീരുമാനിച്ചിരിക്കുക എവിടെ പോവാൻ. അപ്പോൾ യെരൂശലേം അല്ലെങ്കിൽ സിയോൻ ആണ് എവിടെ ഉള്ളത്? മനസ്സിലുള്ളത്. കണ്ണുനീരിന്റെ താഴ്വരയിലാകുമ്പോഴും മനസ്സിലെന്തോ ഉള്ളത്? എന്ന് പറഞ്ഞാൽ ഈ താഴ്വരയിൽ കൂടെ പോകണമെങ്കിൽ, ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ പോകണമെങ്കിൽ ഹൃദയം ആദ്യം എവിടെ ആവണം? സിയോനിലാവണം. ഈ യാത്രയോടുള്ള ബന്ധത്തിൽ പറയാം, ഈ യാത്രയ്ക്ക് പുറപ്പെടുന്ന ആളുടെ ഹൃദയം ഫസ്റ്റ് എവിടെ എത്തണം? സിയോനിലെത്തണം. സിയോനിലെത്തിയാൽ കൂടെ ശരീരവും ഒക്കെ എന്തോ പൊക്കോളും, ഇതിൻ്റെ കൂടെ വന്നോളും. ഞാൻ പറയുന്നത് നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ദിസ് വേൾഡ് ഈസ് നോട്ട് അവർ ഹോം. നമ്മുടെ വീട് ഏതാ? ഇതല്ലെന്ന് ഓർത്തോണം. നമ്മൾ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഹൃദയം എവിടെ ആയിരിക്കണം? സ്വർഗത്തിലായിരിക്കണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, വേർ ഈസ് അവർ ഹാർട്ട് ടുഡേ? നമ്മുടെ ഹൃദയം ഇന്ന് എവിടാ? നമ്മുടെ ഹൃദയത്തിൽ സിയോൻ ഉണ്ടോ? നിത്യത നമ്മുടെ ഹൃദയത്തിലുണ്ടോ? You know what? Let me be very blunt. Why are we stuck in the valleys of sorrow? ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ എന്താ സ്റ്റക്കായി പോയെന്നറിയോ? കാരണം ഹൃദയം അവിടെ പോയില്ല. ഹൃദയം ഇന്നും ഇവിടെ ലോകത്തിൽ തന്നെ. ഹൃദയം നമ്മുടെ ജോലി, നമ്മുടെ പൈസ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളിലാ. അതുകൊണ്ട് എന്തോ പറ്റും? ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തകരാറ്, തട്ടുകേട് പറ്റിയാൽ പിന്നെ എന്തോ ആയി? ഹൃദയം പോയാൽ ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെയാണെങ്കിലും ദൈവസന്നിധിയിൽ നിത്യതയുടെ ഒരു ദർശനമുള്ള, നിത്യതയുടെ പ്രകാശം ഉള്ളിലുള്ളവർ ഈ യാത്രയിൽ കൂടെ കടന്നു പോകും. അതുകൊണ്ടല്ലേ ഭക്തന്മാർ പ്രാർത്ഥിച്ചത്, കർത്താവേ സ്റ്റാമ്പ് എറ്റേണിറ്റി ഇൻ आवर eyeballs, നിത്യത ഞങ്ങളുടെ കണ്ണിൽ പതിപ്പിക്കണമേ എന്നുള്ളത്. സിയോന്റെ ദർശനം, കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആ ഒരു വെളിച്ചത്തിലാണോ നമ്മളുടെ ജീവിതം? അതുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാൽ എന്താ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വൺ മോർ തിങ് ആൻഡ് ഐ ക്ലോസ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ നിത്യതയുടെ ആ ഒരു വെളിച്ചം. മൂന്നാമത്തെ കാര്യം നോക്കണമേ, അതിന്റെ 7-ാം വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഈ വാക്യം പറയുന്നത് ഈ യാത്രയുടെ ഗോൾ, ലക്ഷ്യം, അവസാനത്തെ പറ്റി പറയാം. സങ്കീർത്തനക്കാരൻ പറയാം, ഈ യാത്ര കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെയാ, ഇങ്ങനെ പ്രയാസമാണ്, വെള്ളമില്ല, ഉണങ്ങി വരേണ്ട സ്ഥലമൊക്കെയാ. പക്ഷെ അവസാനം എവിടെ ചെല്ലും? സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന് എത്തും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെയുള്ള യാത്രയിൽ സന്തോഷം നൽകുന്നത് എന്തുവാ? കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തുമെന്നുള്ള ആ ഒരു ഉറപ്പാ. ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ജേർണി, യാത്രയുടെ അവസാനം എന്തെന്ന് നമുക്ക് ഇന്നേ അറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും ഭാരമില്ല. ഇതിന്റെ ഒടുവിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമെന്നുള്ള ഉറപ്പ്. പ്രിയ ദൈവമക്കളെ, യാത്ര അവസാനിക്കും. നമ്മളുടെ യാത്ര അവസാനിക്കും. ഒന്നുകിൽ അത് നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് കൊണ്ട് അവസാനിക്കും. ഈ യാത്ര അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്താണ് എത്തുന്നത്. If our end is glorious, നമ്മുടെ അവസാനം ദൈവസന്നിധിയിലാണെങ്കിൽ, ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, പിന്നെ ഈ യാത്രയിൽ കണ്ണുനീരാണേലെന്താ, ദുഃഖമാണേലെന്താ? എല്ലാ കണ്ണുനീരും മാറത്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ണുനീർ ജലാശയമായി മാറുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയുന്നത് അത് അവരുടെ മനസ്സിന്റെ ആ ഒരു ധൈര്യമാണെന്നാണ്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് മനസ്സിലായ കാര്യം പറയാം, എല്ലാ കണ്ണുനീരൊന്നും ഈ ആയുസിൽ മാറത്തില്ല. മാറിയില്ലേൽ എന്താ? നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നേ? കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നതിനെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? ദൈവം താൻ തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും. അതിന്റെ അർത്ഥം അവിടെയല്ലേ കണ്ണുനീരിന് അവസാനമാവത്തുള്ളൂ. ദൈവം അവരോടൊപ്പം വസിക്കും.
ഇന്ന് നമ്മൾ വിശ്വാസത്താൽ yes we know God is here, but one day we will see in real and God will dwell with his people. അപ്പോൾ അവൻ കണ്ണിൽ നിന്ന് സകല കണ്ണുനീരും മാറ്റും. അതല്ലേ ആശ്വാസം? അതല്ലേ നമ്മുടെ ആശ്വാസം? കർത്താവിന്റെ വരവിനെ പറ്റി പറയുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. ഇങ്ങനെ നാം എപ്പോഴും, അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ വാക്കുകൾ കൊണ്ട് അന്യോന്യം കണ്ണുനീരിന്റെ താഴ്വരയാണോ? The Lord is coming soon. കർത്താവ് വരുന്നു. കർത്താവിന്റെ അടുത്തേക്ക് നമ്മൾ പോകും. ഈ യാത്ര, ഈ താഴ്വരയെല്ലാം അവസാനിച്ച് ദൈവസന്നിധിയിൽ എന്നേക്കും വസിക്കുന്നത് നമ്മുടെ ആനന്ദമായി. ഈ യാത്രയിൽ ധൈര്യം പകരുന്ന, ഈ യാത്രയ്ക്ക് സന്തോഷം പകരുന്നത് ദൈവസന്നിധിയിൽ ചെന്നെത്തുമെന്നുള്ള സന്തോഷം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം മുന്നോട്ട് പോയെന്നറിയാം. ഞാൻ അതിൻ്റെ അടുത്ത ഡിവിഷനിലേക്ക് കടക്കുന്നില്ലെങ്കിലും പക്ഷെ ഇതുകൂടെ പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായ നിയോഗമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ലുക്ക് അറ്റ് വേഴ്സസ് 10, 10-ാം വാക്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അടുത്ത ഭാഗം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഈ കടന്നു വരുന്ന വ്യക്തിയുടെ ഉള്ളിൽ താൻ ആലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലാവും, അയ്യോ ഇനി ഈ ദുഷ്ടന്മാരുടെ കൂടാരം എന്ന് പറഞ്ഞാൽ താൻ പാർക്കുന്ന സ്ഥലത്തെ പറ്റി പറയാ, ഇനി എനിക്ക് മടങ്ങി എവിടെ പോകണ്ട, ഈ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ ഒന്നും പോകണ്ട, എനിക്ക് ഇവിടെ അങ്ങ് വാതിൽ കാവൽക്കാരനായിട്ട് വല്ല ഇവിടെ അങ്ങ് നിന്നാ മതി. വൈ? ഹി അണ്ടർസ്റ്റുഡ്. ഇത് വിട്ടിട്ട് ഞാൻ എന്തിനായി ദൂരത്തുള്ള കൂടാരത്തിൽ പറക്കാൻ പോകുന്നത്? ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. അങ്ങനെ എനിക്ക് ചെയ്യണ്ട. അവിടെ ചിലപ്പം ശരിയാ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് കാണും, തൻ്റെ സെറ്റപ്പ് കാണും, തൻ്റെ വീട് കാണും, എല്ലാം കാണും. പക്ഷെ താൻ പറയാ ഇനി അതൊന്നും വേണ്ട. ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ താൻ വിട്ടു വന്നതും താൻ എത്തിച്ചേർന്ന ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം. എന്തിനെ പറ്റിയാണെന്നറിയോ? നമുക്ക് വരാനിരിക്കുന്ന തേജസ് ഒന്ന് ഓർക്കണം. അതോർത്താൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്തോ ആയിട്ട് തോന്നണം. അപ്പോസ്തലൻ പറഞ്ഞു ഇതെല്ലാം ചവറാണ്, ഇതെല്ലാം ചപ്പാണെന്ന് എണ്ണാൻ പറ്റണമെങ്കിൽ ആ വെളിപ്പാട് പ്രാപിക്കണം. Incomparable joy in heaven. Do not trade for the things of this world. ഇന്ന് കാണുന്ന എന്തോ ക്രിസ്ത്യൻ സർക്കിളിൽ കാണുന്ന കാര്യം എന്തോ അറിയാമോ? ക്രിസ്ത്യൻസ് ആർ ട്രേഡിങ് ഹൗസസ് ഫോർ ടെൻസ്. എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നിത്യമായ ഭവനത്തെ കച്ചവടമാക്കി. എന്തിനു വേണ്ടി? ഇവിടുത്തെ കൂടാരത്തിന് വേണ്ടി. ദുഷ്ടന്മാരുടെ എന്തുവാ? കൂടാരം. അത് പോകുന്നതാ, പക്ഷെ നിലനിൽക്കുന്നത് സ്വർഗത്തിലാ. അത് വിട്ടിട്ട് ഇവിടുത്തെ താൽക്കാലികമായതിന്റെ പുറകെ നമ്മൾ ആരും പോകാതിരിക്കട്ടെ. നെവർ ട്രേഡ് എറ്റേണിറ്റി വിത്ത് ദി പെരിഷബിൾ തിങ്സ് ഓൺ എർത്ത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. അവസാനത്തെ ഭാഗങ്ങൾ ഞാൻ വിടുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തുന്നതാണ് ഈ യാത്രയുടെ അവസാനം. ദിസ് ജേർണി വിൽ എൻഡ് വിത്ത് ദ ലോർഡ്. ഇത് കർത്താവിനോടൊപ്പം ചെന്ന് അവസാനിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരട്ടെ. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിലെ ഒരു ഭക്തന്റെ ആഗ്രഹമാണ് നമ്മൾ കണ്ടത്. തൻ്റെ ആഗ്രഹം എന്തുവായിരുന്നു? ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ. ആ ആഗ്രഹത്താൽ താൻ കൺസ്യൂമായി പോകുന്ന, അത് തനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലത്തെ ഒരു ആഗ്രഹം. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ്. എല്ലാവരും കണ്ണുകൾ ഒരു ദിവസം അടയ്ക്കോ. എല്ലാവരും കണ്ണുകൾ ദിവസം അടയ്ക്കോ. നമ്മളൊരു പാട്ടിൻ്റെ ചില വരികൾ പാടും. ആ സമയത്ത് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. എല്ലാ കണ്ണുകളും അടച്ച് വേറെ ആരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നാം നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ ആ തീക്ഷ്ണതയുണ്ടോ? എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹമുണ്ടോ? അതൊന്ന് നഷ്ടപ്പെട്ടു പോയോ? കാലത്തിൻ്റെ പഴക്കത്തിൽ എൻ്റെ പണ്ടുണ്ടായിരുന്ന തീക്ഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടിട്ട് സഭായോഗത്തെയും സഭയുടെ കൂട്ടായ്മയൊക്കെ ലാഘവത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. സഭയുടെ കൂട്ടായ്മകളെ ഒഴപ്പി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കടന്നു വന്നത്, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കേൾക്കുന്നവരിൽ യാത്ര ബുദ്ധിമുട്ടാണ്, കഠിനമാണ്, ആവേശത്തോടെ സന്തോഷത്തോടെ വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് മുന്നിലെ ചില താഴ്വരകളുടെ മുമ്പിൽ, കണ്ണുനീരിന്റെ താഴ്വരകൾ, വെള്ളമില്ലാതെ പോയ താഴ്വരകളുടെ മുമ്പിൽ
പകച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവമായിരിക്കട്ടെ നമ്മുടെ ബലം. ബലം ചോർന്നു പോയ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ദൈവം തൻ്റെ ബലം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മേൽ പകരട്ടെ. പകച്ചു നിൽക്കണ്ട, മടുത്തു മാറണ്ട, ധൈര്യത്തോടെ ഈ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ യാത്ര ചെയ്യാം. ഇതിനൊരു അവസാനമുണ്ട്. ദൈവം തന്നെ നമ്മുടെ കണ്ണുനീരുകൾ തുടച്ചു മാറ്റുന്ന ഒരു നല്ല നാളുകളുണ്ട്. The Lord is waiting for us. പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: ഇവിടെ ഞാൻ ഒരു പരദേശിയാണ്, ഇവിടുത്തെ പാർപ്പിടം വഴിയമ്പലം മാത്രമാണ്. ഇതെല്ലാം വിട്ട് ഒരു നാൾ ഞാൻ യേശുവിനെ കാണാൻ നേരിട്ട് to the immediate presence of God I will reach to God. ആ പ്രത്യാശയുള്ളവർ, ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്കറിയാവുന്ന പാട്ടാണ്. ഈ പ്രത്യാശയാൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. ഇവിടുത്തെ പാർപ്പിടം, ഇവിടുത്തെ കൂടാരങ്ങൾ നമുക്ക് വിടാം. അതിൽ നമ്മുടെ മനസ്സ് വെച്ചിട്ട് നിത്യത നഷ്ടപ്പെടുന്നതൊന്നും നമുക്ക് വേണ്ട. നിത്യതയെ നമ്മുടെ കണ്ണിൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിലും പതിക്കട്ടെ. Let the vision of eternity be glowing in our eyes. Hallelujah.